നമസ്കാരം. മാർട്ടിൻസ്റ്റിമെഡിയയുടെ ടെക്നോളജി സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടെക് വേൾഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചില ആഴ്ചകൾക്ക് മുമ്പ് ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ചില ക്യാമറകളെക്കുറിച്ചുള്ള എപ്പിസോഡുകൾ ചെയ്യുവാൻ സാധിച്ചു. ഇന്നും അതിന് നല്ല റീച്ചുണ്ട്. ധാരാളം പേർ പുതിയതായി ഓരോ ദിവസവും ആ വീഡിയോ കാണുന്നു എന്നറിയുന്നതിൽ സന്തോഷം. നിങ്ങൾ തരുന്ന ആ നല്ല ഫീഡ്ബാക്കിന് ടൈം മീഡിയ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഇന്ന് വളരെ ചെറിയൊരു കാര്യം പറയുവാനാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഡേറ്റകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡേറ്റകൾ സംഭരിച്ചു വെക്കുവാൻ പലതരത്തിലുള്ള മാധ്യമങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ഒരു മാധ്യമമാണ് ഈ കാണുന്ന ഫ്ലോപ്പി ഡിസ്കുകൾ. പുതിയ തലമുറയ്ക്ക് പലർക്കും ഈ ഫ്ലോപ്പി ഡിസ്കിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ഇതിൽ ഡേറ്റകൾ സൂക്ഷിച്ചു വെക്കാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പരിമിതി എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലോപ്പി ഡിസ്കിൽ ഒരു ഡേറ്റ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ 1.44 MB മാത്രമേ ഡേറ്റ ഇതിനുള്ളിൽ സൂക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതൊരു വലിയൊരു ന്യൂനതയായിരുന്നു. 1.44 MB എന്ന് പറയുമ്പോൾ നിങ്ങൾ പുതിയ തലമുറ ചിലപ്പോൾ നെറ്റ് ചുളിക്കും. മൊബൈലിൽ എടുക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് പോലും 8, 10, 15, 12 MB ഒക്കെ ഉണ്ടാവും. അത് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനാവില്ലെന്ന് ചുരുക്കം. 1.44 MB മാത്രം. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ചില ബയോഡേറ്റകളൊക്കെ സേവ് ചെയ്തുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് കീബോർഡുകളിൽ ഓർഗണുകൾ അവയിലൊക്കെ ചില പ്രോഗ്രാമുകൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ഈ ഫ്ലോപ്പി ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ചില കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലും മറ്റും. അങ്ങനെ സംഭരണശേഷി വളരെ കൂടുതലുള്ള മീഡിയകളുടെ ആവശ്യം വന്നപ്പോൾ സ്വാഭാവികമായും ഫ്ലോപ്പി ഡിസ്കുകൾ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. പിന്നീട് വന്ന ഒരു മീഡിയമാണ് CD, DVD. ഇത്തരം CD, DVD ഒക്കെ ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. എങ്കിലും മുൻനിര DVD നിർമ്മാതാക്കളൊക്കെ അതിൻ്റെ നിർമ്മാണം വളരെ കുറച്ച് ഇപ്പോൾ അത്ര സുലഭമല്ലാതാക്കിയിട്ടുണ്ട്. കാരണം വരുന്ന നാളുകളിൽ CD-യും DVD-യും നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ലഭ്യമല്ലാത്ത ഒരു വസ്തുവായിട്ട് വരാനുള്ള വളരെ സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഉപയോഗത്തിലുണ്ടെങ്കിൽ പോലും ഇനി വരും കാലങ്ങളിൽ കുറച്ചു കാലം കൂടി ഒരു സ്റ്റോറേജ് മീഡിയം എന്ന നിലയിൽ നമ്മുടെ കൂടെയുള്ളത് എപ്പോഴും ഈ ഹാർഡ് ഡിസ്കുകളും പെൻഡ്രൈവുകളും മെമ്മറി കാർഡുകളും ആയിരിക്കും. അപ്പോൾ CD-യും DVD-യുടെയും കഥ തീരാറായി. ഇതിപ്പോൾ ഹാർഡ് ഡിസ്കുകൾ ധാരാളം നിങ്ങളുടെയൊക്കെ കൈകളിലുണ്ടാവും. 1 TB ഹാർഡ് ഡിസ്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വലിയ കാര്യമൊന്നുമല്ല. വിവിധ മെമ്മറി കാർഡുകൾ, സ്റ്റോറേജ് മീഡിയം എന്ന നിലയിലുള്ള മെമ്മറി കാർഡുകൾ, ഇതൊക്കെയാണ് ഇനി അല്പകാലം കൂടി അരങ്ങുവാഴാൻ പോകുന്നത്. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ സാരം, നമ്മിൽ പലരും ഇത്തരം പെൻഡ്രൈവുകൾ പല ആവശ്യങ്ങൾക്കായിട്ട് വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും കൈവശം പെൻഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പേരുകേട്ട ഒരു കമ്പനിയാണ് സാൻഡിസ്ക്. നിങ്ങളുടെ എല്ലാം കൈവശം പലപ്പോഴും ഇതിൻ്റെ ഒരു പീസെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനിതിനെക്കുറിച്ച് പറഞ്ഞു വന്നത് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തിൽ നിന്നാണ് ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തണമല്ലോ എന്ന് ആഗ്രഹിച്ചത്. ശ്രദ്ധിക്കുക, ഈ പെൻഡ്രൈവ്, സാൻഡിസ്കിൻ്റെ ഈ പെൻഡ്രൈവിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഗിഫ്റ്റ് അവർ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് അതറിയാം? ഈ ഗിഫ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്വർണ്ണ നാണയങ്ങൾ, LED TVകൾ ഇവയൊക്കെ ഗിഫ്റ്റായി കൊടുത്ത ഒരു ചരിത്രം സാൻഡിസ്കിനുണ്ട്. ഇപ്പോൾ അവർ ചില ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ ഈ ഒരു സാധനം, ഈ ഒരു പെൻഡ്രൈവ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും തന്നെ ഇതിൻ്റെ മുൻപിലോ പിൻപിലോ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പെൻഡ്രൈവ് വാങ്ങിയിട്ട് കവർ വലിച്ചു കീറി കളഞ്ഞ് പെൻഡ്രൈവ് എടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ് പതിവ്. പക്ഷേ ഈ അടുത്തയിടെ അത് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ പെൻഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ, ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. പെൻഡ്രൈവ് നമ്മൾ മാറ്റി വയ്ക്കുന്നു. ഈ പെൻഡ്രൈവിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യ കോഡടക്കമുള്ള ഒരു സംഗതി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാനത് സ്ക്രീനിൽ ക്ലോസപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പാക്കറ്റിൽ അവർ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് 1 year സബ്സ്ക്രിപ്ഷൻ ഓഫ് റെസ്ക്യൂ പ്രോ ഡീലക്സ് റിക്കവറി സോഫ്റ്റ്വെയർ. അതിൻ്റെ ആക്ടിവേഷൻ പിന്നടക്കമാണ് തന്നിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ ഈ ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ആണ്. ഇത് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പണം കൊടുത്താലേ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് തീർത്തും സൗജന്യമായി ഈ ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഈ പെൻഡ്രൈവ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഓരോ പാക്കറ്റിലും ഓരോ തരം സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളോ അല്ലെങ്കിൽ TVയോ എന്തെങ്കിലും സമ്മാനങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ പെൻഡ്രൈവ് ഒക്കെ വാങ്ങിയിട്ട് ഇത് അലക്ഷ്യമായി വലിച്ചു കയറി കളഞ്ഞ് ഉപേക്ഷിക്കുകയാണ് പതിവ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സമ്മാനങ്ങൾ നഷ്ടമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി മുതൽ അത്തരമൊരു അബദ്ധം നിങ്ങൾക്കാർക്കും സംഭവിക്കരുത് എന്ന ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരുപക്ഷെ ഒരു സ്വർണ്ണ നാണയമോ അല്ലെങ്കിൽ ഒരു LED TVയോ, അതല്ല ഇതൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഗെയിമുകൾ.
ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ പണം മുടക്കി വാങ്ങി കളിക്കേണ്ട ഗെയിമുകൾ വളരെ സൗജന്യമായി ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കളിക്കുവാൻ തക്ക പരുവത്തിൽ ഈ കവറിനുള്ളിൽ അവരത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അതുമല്ലെങ്കിൽ 32 GB ഒരു പെൻഡ്രൈവ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സമ്മാനങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു സമ്മാനം നിങ്ങളെ കാത്തിരിപ്പുണ്ടാവാം. അതൊരു പക്ഷേ മറ്റൊരു 16 GB പെൻഡ്രൈവ് തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ കവർ പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ സമ്മാനം നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന ഇതാണെങ്കിൽ ഈ കാണുന്ന പാക്കറ്റുകളിലൊക്കെ വ്യത്യസ്തമായ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പെൻഡ്രൈവുകൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കവർ കീറിക്കളയുന്നതിന് മുൻപായി അതിൽ നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന സമ്മാനം എന്ത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കളയുക. ഞാനിപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഫോട്ടോകളോ വീഡിയോകളോ ചിത്രങ്ങളോ ഡേറ്റകളോ എന്തുമായിക്കൊള്ളട്ടെ അത് റിക്കവറി ചെയ്ത് തരുവാനുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ആണ് ഈ സാൻഡിസ്ക് വാങ്ങിയപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളിനി ഒരു പെൻഡ്രൈവ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായും അത് പരിശോധിക്കുക. അതിൽ എന്തെങ്കിലും ഹിഡനായി നിങ്ങൾക്കൊരു ഗിഫ്റ്റ് മറഞ്ഞിരിപ്പുണ്ടാവും. ടെക്നോളജിയെക്കുറിച്ചുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും മാർട്ടിൻസ് ടൈം മീഡിയ ടെക് വേൾഡ് നിങ്ങളെ സന്ദർശിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇന്ന് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റ് കാലിക പ്രാധാന്യമുള്ളൊരു വിഷയവുമായി ടൈം മീഡിയ വീണ്ടും നിങ്ങളെ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.